ഹായ് അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമാണെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു, അൽഹംദുലില്ലാ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മണത്തക്കാളി കൊണ്ട് ഒരു വരട്ട് പോലെ കറിയാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇനി അതിന് വേണ്ടിയിട്ട് ഇതാണ് മണത്തക്കാളി ചീര, കണ്ടോ? അതിൻ്റെ കുരുവാണ് എടുക്കുക. പിന്നെ ഇതിൻ്റെ ഇല വെച്ച് ഉപ്പേരി ഉണ്ടാക്കാം. അതും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണം. പിന്നെ നമുക്ക് വയറ്റിൽ പുണ്ണിന് വായിലുണ്ടാവുന്ന പുണ്ണ്, മുറിവ് എല്ലാം മാറാൻ വളരെ നല്ലതാണ്. പിന്നെ ഇത് കഴിക്കുന്നത് നല്ലൊരു മെഡിസിനും കൂടെയാണ് അപ്പോൾ ഇനി നമുക്കിതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഇതെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ അത് കഴുകിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് എന്തൊക്കെ വേണം നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സവാള അരിഞ്ഞിട്ടുണ്ട്. ചെറിയ ഉള്ളി ആയാലും മതി കുറച്ച്. പിന്നെ ഒരു തക്കാളി, 2 കറിവേപ്പിലേൻ്റെ തണ്ട്, 2 തണ്ട് കറിവേപ്പില, പിന്നെ 1 ടീസ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നെല്ലിക്കൻ്റെ അളവിൽ പുളി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു ചട്ടി അടുപ്പിൽ വെക്കാം. എന്നിട്ട് നമുക്ക് ആദ്യം ഈ തക്കാളി ഇത് ഒന്ന് വാട്ടിയെടുക്കാം. കുറച്ച് എണ്ണ ഒഴിക്കാം ചട്ടിയിലേക്ക്. നമ്മൾ വെണ്ടയ്ക്കൊക്കെ വാട്ടിയെടുക്കണ പോലെ ഒന്ന് അതിൻ്റെ ഒരു പച്ച ചുവ മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതൊന്ന് എണ്ണയിൽ ഇങ്ങനെ വാട്ടിയെടുക്കാം. പിന്നെ ഇത് വാടിയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ നമുക്കിതിൽ നിന്ന് മാറ്റിയിട്ട് ഈ ചട്ടിയിൽ തന്നെ ബാക്കിയുള്ള കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ 1 ടീസ്പൂണും കൂടെ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കടുക് പൊട്ടിയിട്ട് ഉള്ളി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. ഇത് വാടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം. അത് നന്നായി വാടിയിട്ടുണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തു. തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി വഴറ്റി എടുക്കണം. ഇപ്പോൾ നന്നായി വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ച മസാലപ്പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. നന്നായി ഇത് ഇളക്കി അതിൻ്റെ പച്ചമണമെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്കിത് പുളി, നമ്മളെടുത്ത് വെച്ച പുളി പിഴിഞ്ഞതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഞാൻ ഇപ്പോൾ ഇതിലേക്ക് 1 കപ്പും കൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടെ വേണമെങ്കിൽ ഒഴിക്കാം. ഞാൻ ഇതിപ്പോൾ ഒരു കട്ടിയുള്ള ഗ്രേവി പോലെയാണ് ഉണ്ടാക്കുന്നത്.
അപ്പോൾ ഇത് എല്ലാം വെള്ളമൊഴിച്ച് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് തിളക്കുമ്പോൾ നമുക്ക് വാട്ടി വെച്ച ആ തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി തിള വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അത് ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മൂടി വെക്കാം ഒരു 2 മിനിറ്റ്. മൂടി വെച്ചിട്ടുണ്ട്. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് ഇളക്കി കൊടുക്കാം. ഇതാ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ തക്കാളി വരട്ട്. ഇത് തണുക്കുമ്പോൾ ഇനിയും നല്ല കട്ടിയാവും കേട്ടോ. അതുകൊണ്ട് കുറച്ചും കൂടെ വെള്ളം വേണമെങ്കിൽ ഒഴിക്കാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഹെൽത്തിയാണ്, മെഡിസിനാണ്. പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി നമുക്കിതിൻ്റെ ഇല എങ്ങനെയാണ് ഉപ്പേരി വെക്കുന്നത് എന്ന് കൂടെ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇല നന്നായി ക്ലീൻ ചെയ്ത് ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ല കഴുകി നമുക്ക് വെള്ളം വാർത്തെടുക്കാം. അപ്പോൾ ഇത് നന്നായി കഴുകിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാത്രത്തിൽ വെച്ച് വെള്ളം വാർത്തതിന് ശേഷം നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു ചട്ടി അടുപ്പിൽ വെക്കാം. വെച്ചിട്ട് ഇതുപോലെ 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് അതിലേക്ക് സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഒരു സവാള അരിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച ചീര ഇതുപോലെ ഇട്ട് കൊടുക്കാം. കുറച്ചധികം ഉണ്ട്, അതുകൊണ്ട് ചട്ടി നിറയുണ്ട്. അപ്പോൾ ഞാനിതിങ്ങനെ ഫുള്ളായിട്ടിട്ട് പിന്നെ ഇതൊരു 1 മിനിറ്റ് ഇങ്ങനെ മൂടി വെക്കാം കേട്ടോ. നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഇങ്ങനെ മൂടി വെച്ചാൽ വെള്ളം അതിൽ നിന്ന് ഇറങ്ങി വരും. ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ തീ കമ്മിയാക്കിയിട്ട് ഒന്ന് മൂടി വെച്ചാൽ ഒരുപാട് വെള്ളം അതിൽ നിന്ന് തന്നെ ഇറങ്ങി വരും. നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കഴുകി എല്ലാം അരിഞ്ഞതാണല്ലോ. ഇപ്പോൾ നോക്കിക്കോളി, ഇതാ ഇപ്പോൾ കുറച്ച് ചീരയെല്ലാം താന്ന് ഒന്ന് ഫുള്ളായിട്ടുണ്ടാകുമ്പോൾ അത് ഇളക്കാനും ബുദ്ധിമുട്ടാണ്. കണ്ടോ, ഇതുപോലെ അതിൽ നീരൊക്കെ വന്നിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് അടച്ചു വെക്കാം. എന്നിട്ടൊരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറക്കാം. 2 മിനിറ്റും കൂടി മൂടി വെക്കുമ്പോഴത്തേന് നമ്മുടെ ചീര റെഡിയാകും. അപ്പോഴത്തേന് നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അത് കുറച്ച് ഒരു 3-4 കഷ്ണം തേങ്ങ, ഒരു പച്ചമുളക്, ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. അതായത് നമ്മൾ അതിൻ്റെ കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഇതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചീര റെഡി ആയിട്ടുണ്ടാകും. ഒന്ന് തുറന്ന് നോക്കാം. റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് നമ്മുടെ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നടുവിൽ കുറച്ച് സ്പേസ് ഉണ്ടാക്കിയിട്ട് അവിടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇതുപോലെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് ആ പച്ചമണം പോകുന്നത് വരെ 1 മിനിറ്റും കൂടെ ഒന്ന് മൂടി വെക്കാം. ഇപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഫ്ലെയിം കൂട്ടി വെക്കാം. അതിൽ വെള്ളം ഉണ്ടല്ലോ, അതുകൊണ്ട് അത് വറ്റാൻ വേണ്ടിയിട്ട്. പിന്നെ ഇപ്പോൾ നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായി ഇളക്കി മിക്സ് ചെയ്ത്
നമുക്ക് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്. അസ്സലാമു അലൈക്കും.